ടാർസനും ഉറുമ്പുമനുഷ്യരും. നോവൽ. രചന എഡ്ഗാർ റൈസ് ബറോസ്. വിവർത്തനം സുരേഷ് എം ജി. ശബ്ദം നൽകുന്നത് കെ ജയകൃഷ്ണൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021. എ DC ബുക്സ് പ്രൊഡക്ഷൻ. അധ്യായം 1. ഉഗോഗോയുടെ തീരത്ത് ഒരു ഗ്രാമത്തിലെ ഒബേബെ എന്ന നരഭോജിയുടെ വിഴുപ്പു നിറഞ്ഞ ഇരുണ്ട കുടിലിലിരുന്ന് എസ്റ്റബൻ മിറാൻഡ പാതിവെന്ത മീനിന്റെ അവശിഷ്ടങ്ങൾ ചവച്ചരയ്ക്കുകയായിരുന്നു. അയാളുടെ കഴുത്തിൽ ഇരുമ്പുകൊണ്ടുള്ള ഒരു പട്ടയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ചങ്ങല നിലത്തേക്ക് പോകുന്നുണ്ട്. കുടിലിന്റെ വാതിലിനരികിലാണത് ഉറപ്പിച്ചിരിക്കുന്നത്. ഒബേബെയുടെ കുടിലിൽ നിന്നും അധികം ദൂരെയല്ല ഈ ബന്ദിയുടെ കുടിൽ. ഗ്രാമത്തിന്റെ പ്രധാന തെരുവിലാണീ കുടിലുകൾ രണ്ടും. എസ്റ്റബൻ മിറാൻഡയെ ഇങ്ങനെ ചങ്ങലക്കിട്ടിട്ട് 1 വർഷമായി. പട്ടിയെപ്പോലെ ചങ്ങലക്കിട്ടിരിക്കുകയാണ് അയാളെ. പട്ടി കൂട്ടിൽ നിന്നിറങ്ങുന്നതുപോലെ ചിലപ്പോൾ അയാൾ ഇഴഞ്ഞ് വാതിൽക്കലെത്തും. കുറച്ചുനേരം വെയിൽ കൊള്ളും. നേരം പോകാൻ 2 മാർഗങ്ങളെ അയാൾക്കുള്ളൂ. അതെ, 2 എണ്ണം മാത്രം. അതിലാദ്യത്തേത് താൻ ആൾക്കുരങ്ങുകളുടെ ടാർസനാണെന്ന് സ്വയം ധരിച്ച് ആ സ്വപ്നത്തിൽ മുഴുകുക എന്നതാണ്. കുറച്ചുകാലം ടാർസനെ അനുകരിച്ചതാണ് അയാൾ. വിജയകരമായി അനുകരിച്ചതാണ്. അയാൾ അങ്ങനെ അഭിനയിക്കുകയായിരുന്നില്ല, ടാർസനായി ജീവിക്കുകയായിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അയാൾ തന്നെയാണ് ആൾക്കുരങ്ങുകളുടെ ടാർസൻ. അതല്ലാതെ മറ്റൊരു ടാർസനില്ല. ഒബേബയ്ക്കും അയാൾ ആൾക്കുരങ്ങുകളുടെ ടാർസനാണ്. പക്ഷെ ഗ്രാമത്തിലെ മന്ത്രവാദി ഇപ്പോഴും പറയുന്നത് അയാൾ നദിയിലെ ചെകുത്താനാണെന്നാണ്. അയാളെ പ്രീതിപ്പെടുത്താനേ പാടുള്ളൂ, അല്ലാതെ പ്രകോപിപ്പിക്കരുത് എന്നാണ്. ഗ്രാമമുഖ്യനും മന്ത്രവാദിയും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം മൂലമാണ് എസ്റ്റബൻ മിറാൻഡ ഗ്രാമത്തിലുള്ളവരുടെ കറിച്ചട്ടിയിൽ എത്തിപ്പെടാതിരിക്കാൻ കാരണം. അയാളെ മാംസമാക്കി തിന്നണം എന്നുതന്നെയാണ് ഇപ്പോഴും ഒബേബെ ആഗ്രഹിക്കുന്നത്. ഇത് തന്റെ ശത്രുവായ കുരങ്ങുമനുഷ്യനാണെന്ന് ഒബേബയ്ക്ക് ഉറപ്പുണ്ട്. പക്ഷേ മന്ത്രവാദി ഗ്രാമീണരുടെ മനസ്സിലെ അന്ധവിശ്വാസത്തെ, അതിൽ അധിഷ്ഠിതമായ ഭയത്തെ ഇളക്കിവിട്ടിരിക്കുന്നു. ഈ ബന്ദി നദിയിലെ ചെകുത്താനാണെന്നും ടാർസനായി വേഷം മാറി വന്നിരിക്കുകയാണെന്നും അയാളെ ഉപദ്രവിച്ചാൽ ഗ്രാമത്തിൽ വലിയ ആപത്തുകൾ സംഭവിക്കുമെന്നും അയാൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ഒബേബെയും മന്ത്രവാദിയും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം, ഇതിലേതാണ് സത്യം എന്ന് തെളിയും വരേക്കും സ്പാനിഷുകാരന്റെ ജീവൻ നിലനിർത്തുന്നതിന് സഹായകരമാകും. എസ്റ്റബൻ സ്വാഭാവിക മരണത്തിലേക്ക് നീങ്ങിയാൽ അയാൾ ടാർസൻ എന്ന മനുഷ്യനാണെന്ന് ഉറപ്പാകും. അപ്പോൾ ഒബേബെ പറഞ്ഞത് സാധൂകരിക്കപ്പെടും. അതല്ല, അയാൾക്ക് മരണമില്ലാതിരിക്കുകയോ അപ്രത്യക്ഷമാകുകയോ ചെയ്താൽ മന്ത്രവാദി പറഞ്ഞത് വേദവാക്യമാകും. ഇതിനിടയിൽ എസ്റ്റബൻ അവരുടെ ഭാഷ കുറച്ചൊക്കെ പഠിച്ചെടുത്തു. തനിക്ക് തന്റെ ജീവൻ അവസാന നിമിഷത്തിൽ തിരിച്ചു കിട്ടിയതെങ്ങനെയെന്ന് അയാൾ മനസ്സിലാക്കി. അതറിഞ്ഞപ്പോൾ മുതൽ അയാൾക്ക് താൻ ആൾക്കുരങ്ങുകളുടെ ടാർസനാണെന്ന് പറയാൻ മടിയാണ്. പകരം ഇപ്പോൾ അയാൾ ഇടയ്ക്കിടെ പറയുന്നത് താൻ സത്യമായും മന്ത്രവാദി പറയുന്ന നദിയിലെ ചെകുത്താനാണെന്നാണ്. ഇതു കേൾക്കുമ്പോൾ മന്ത്രവാദി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. മറ്റുള്ളവരും ഈ വിഡ്ഢിത്തം അംഗീകരിക്കും. പക്ഷേ ഒബേബെ ബുദ്ധിമാനായിരുന്നു. നദിയിലെ ഭൂതവും പിശാചും ചെകുത്താനുമൊന്നും സത്യമായുള്ളതാണെന്ന് അയാൾ വിശ്വസിക്കുന്നില്ല. വൃദ്ധനും ജ്ഞാനിയുമായ മന്ത്രവാദിക്കും ഇതിലൊന്നും വിശ്വാസമില്ല. പക്ഷെ തന്റെ ഗ്രാമവാസികൾക്ക് വിശ്വസിക്കാൻ പറ്റിയ, അവരെ തന്നോടൊപ്പം നിർത്താൻ പറ്റിയ ഉത്തമ മാർഗങ്ങളാണിതൊക്കെയെന്ന് അയാൾക്കറിയാം. എസ്റ്റബൻ മിറാൻഡയുടെ മറ്റൊരു വിനോദം ക്രാസ്കി എന്ന റഷ്യക്കാരൻ കുരങ്ങുമനുഷ്യനിൽ നിന്ന് കട്ടെടുത്ത രത്നങ്ങളുടെ സഞ്ചിയിൽ നോക്കിയിരുന്ന് ആനന്ദിക്കുക എന്നതാണ്. ക്രാസ്കിയെ കൊന്നപ്പോൾ സ്പാനിഷുകാരന്റെ കൈകളിൽ വന്നുപെട്ടതാണ് ഈ സഞ്ചി. രത്നങ്ങളുടെ കൊട്ടാരത്തിന്റെ താഴ്വാരത്തിലെ രത്നങ്ങളുടെ ഗോപുരത്തിൽ വെച്ച് അവിടെയുണ്ടായിരുന്ന വൃദ്ധൻ ടാർസന് സമ്മാനമായി നൽകിയതാണ് ഈ സഞ്ചി. ബോൾഗാനികളുടെ അടിച്ചമർത്തലിൽ നിന്ന് ഗോമങ്കാനികളെ രക്ഷപ്പെടുത്തി. Sample complete.
Ready to continue?